നമ്മളെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ടുള്ള BRM ഷഫീറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? എങ്ങനെയെങ്കിലും ജോയ് ആറ്റിങ്ങിൽ നിന്ന് ജയിക്കണം. എന്നാൽ മാത്രമല്ലേ നമ്മുടെ വർക്കല സീറ്റിൽ ഒഴിവ് വരുള്ളൂ. എന്നാലേ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റൂ. എന്നാലല്ലേ എങ്ങനെയെങ്കിലും ഒരു വിജയപ്രതീക്ഷ എന്ന രീതിയിലേക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റൂ. ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റൂ. ഇലക്ഷൻ രാഷ്ട്രീയം എന്നത് ലൈം ലൈറ്റിൽ സജീവമായി നിൽക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യതയാണ്. കഴിഞ്ഞ തവണ BRM ഷഫീറിനെ ജോയ് നല്ല ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. ഏകദേശം 17,500ഓളം വോട്ടുകൾക്കാണ് BRM ഷഫീറിനെ തറ പറ്റിച്ചത്. അതിനു മുമ്പ് ജോയ് 2,500 വോട്ടുകൾക്കായിരുന്നു അവിടുത്തെ മുടിചൂടാ മന്നനായ വർക്കല കഹാറിനെ പരാജയപ്പെടുത്തിയത്. ഇക്കുറി ജോയ് ആറ്റിങ്ങിൽ നിന്ന് ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും വർക്കല സീറ്റിൽ ഒഴിവ് വരും. കാരണം നിലവിൽ വർക്കലയിലെ സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള ജോയ് തീർച്ചയായും അവിടെ ഒഴിയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായും BRM ഷഫീറിന് സാധ്യതയുണ്ട്. BRM ഷഫീർ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് ജോയിയെ ജയിപ്പിച്ചെടുക്കണമേ എന്ന് തന്നെയായിരിക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. ഒരു സംശയവുമില്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന് പറഞ്ഞ് നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ മഹാൻ ഇന്നേ വരെ BJPക്കെതിരെ ഒരു ചെറിയ വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ? ഇല്ല. ഇദ്ദേഹത്തിന് കൃത്യമായി തന്നെ അറിയാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറഞ്ഞ് മാത്രമേ ഈ നാട്ടിൽ ഉടായ്പം കാണിച്ച് നടക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാ ചാനലുകളിലും പ്രത്യേകമായ ആക്ഷനും കാണിച്ച് ബോഡി ലാംഗ്വേജും കാണിച്ച് ആളുകളെ എല്ലാം തക്കിട തരികിട പറഞ്ഞും നടക്കുന്നത്. പക്ഷേ കൃത്യമായി തന്നെ പറയട്ടെ, BRM ഷഫീറിൻ്റെ മനസ്സിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല. അതായത് ആറ്റിങ്ങിൽ ജോയ് ജയിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വർക്കലയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാലും അവിടെ ഇടതുപക്ഷത്തിന് കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള കെൽപ്പ് ഇന്ന് കൃത്യമായി ഉണ്ട്. പഴയ വർക്കല കഹാറിൻ്റെ തട്ടകം പോലെയല്ല ഇന്നത്തെ വർക്കല. ജോയ് ആകെ മാറ്റിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വർക്കലയിൽ രാഷ്ട്രീയപരമായി ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമായിരിക്കും. അതിക്കുറി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ കാണാൻ കഴിയുന്നതായിരിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ലീഡിലേക്ക് വർക്കലയിൽ പോകും എന്ന് തന്നെയാണ് ജോയ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. പിന്നെ അടൂർ പ്രകാശിൻ്റെ ഇരട്ട വോട്ട്, കള്ള വോട്ട് എന്നൊക്കെ പറഞ്ഞ് തക്കിട തരികട കാണിക്കുന്ന ഇത്തവണത്തെ ഒരു പരിപാടിയും നടക്കാൻ പോകുന്നില്ല. 1 ലക്ഷം കള്ള വോട്ടുണ്ടത്രേ. കള്ള വോട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് റിപ്പോർട്ട് നൽകണം, പരാതി നൽകണം. അയ്യോ, 20 ലോക്സഭാ സീറ്റിൽ ആകെ കള്ള വോട്ട് ഇതിയാൻ്റെ മണ്ഡലത്തിൽ മാത്രമേ ഉള്ളെന്നാണ് ഇതിയാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഇന്ത്യ മുഴുവൻ പലയിടത്തും വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹത്തിന് ഒന്നും പറയില്ല. ആകെ ആറ്റിങ്ങിൽ കള്ള വോട്ടുണ്ട്. അതുകൊണ്ടാണ് CPIM ഇത്രയും വോട്ട് കിട്ടുന്നത്. ഇത് പുതിയ കണ്ടുപിടുത്തമാണ്. ഇത് തന്നെയാണ് പണ്ടേ കോന്നിയിലും പറഞ്ഞുകൊണ്ട് നടന്നത്. ഏതായാലും കോന്നിയിൽ അന്തസ്സായിട്ട് ആണുങ്ങൾ ജയിച്ചിട്ടുണ്ട്. ജനീഷ് കുമാർ ഇനി ഒരിക്കലും പിടി കൊടുക്കാത്ത രീതിയിൽ അവിടെ ജയിച്ച് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അടൂർ പ്രകാശിന് ഇനി കോന്നി നോക്കേ വേണ്ട. അതുകൊണ്ട് ഇനിയിപ്പോൾ ആറ്റിങ്ങിൽ ഉടുമ്പ് വരെ പിടിച്ചിരിക്കാമെന്നാണ് വിചാരം. പക്ഷേ ഇത്തവണ ജോയ് അത് കൊണ്ടുപോകും.